ഇംഗ്ലണ്ടിലെ ലോർഡ്സിൽ പോയി ഇന്ത്യൻ വനിതകൾ നേടിയ ചരിത്ര വിജയം വാർത്തയാക്കിയില്ലെങ്കിൽ പിന്നെ നമ്മൾ ഇതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചിട്ട് കാര്യമുണ്ടോ? ചരിത്രം കുറിച്ചിരിക്കുകയാണ്. ലോർഡ്സിൽ ആദ്യമായി നടന്ന വിമൻസ് ടെസ്റ്റിൽ ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള മത്സരത്തിൽ 4 ദിവസത്തിൽ വെറും 95 മിനിറ്റ് മാത്രം കളി നടന്നപ്പോൾ തന്നെ ഇന്ത്യൻ വനിതകൾ വിജയം സ്വന്തമാക്കിയിരിക്കുന്നു. 4ാമത്തെ ഇന്നിംഗ്സിൽ 437 ചേസ് ഡൗൺ ചെയ്യാൻ വേണ്ടിയിരുന്ന ഇംഗ്ലണ്ടിനെ 186 ഒതുക്കി കെട്ടി ചുരുട്ടി മടക്കി പോക്കറ്റിലാക്കിക്കൊണ്ടാണ് ഇന്ത്യൻ വനിതകൾ ഒരു പക്ഷേ ഇന്ത്യൻ മെൻസ് ടീമിന് കിട്ടിയ ഏറ്റവും വലിയ ആഘാതത്തിന് ഒരു ചെറിയ മധുര പ്രതികാരമെങ്കിലും വനിതകളുടെ രീതിയിൽ നടത്തി കാണിച്ചു തന്നത് എന്നതും കൂടി പറയേണ്ടിയിരിക്കുന്നു. നമുക്ക് പെട്ടെന്ന് ഒന്ന് സ്കോർ കാർഡിലേക്ക് പോകാൻ നമ്മൾക്ക് എന്നിട്ട് കൂടുതലായി വിശദീകരിക്കാം. ഇന്ത്യൻ വനിതകൾ അവരുടെ ആദ്യത്തെ ഇന്നിംഗ്സിൽ നേടിയത് 285 റൺസാണ്. മറ്റേ ഇന്നിംഗ്സിൽ 341 റൺസും നേടി 7 വിക്കറ്റ് നഷ്ടത്തിൽ അവരത് ഡിക്ലെയർ ചെയ്തൊരു പശ്ചാത്തലമുണ്ടായി. കാരണം 285 റൺസ് ഫസ്റ്റ് ഇന്നിംഗ്സിൽ ഇന്ത്യൻ വനിതകൾ അടിച്ചപ്പോൾ മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ഇംഗ്ലണ്ട് ആദ്യ ഇന്നിംഗ്സിൽ 170 റൺസ് മാത്രമാണ് അടിച്ചത്. മാത്രമല്ല 4 ദിവസത്തെ ടെസ്റ്റ് ആയതുകൊണ്ട് തന്നെ 341 7 വിക്കറ്റ് നഷ്ടത്തിലായപ്പോഴേക്കും ഇന്ത്യ ഡിക്ലെയർ ചെയ്തിട്ട് 437 എന്ന ടോട്ടലാണ് ഇംഗ്ലണ്ട് വനിതകൾക്ക് ചേസ് ഡൗൺ ചെയ്യാൻ വേണ്ടി കൊടുത്തത്. അപ്പോൾ തന്നെ ഇംഗ്ലണ്ടിൻ്റെ പ്രഷറായി. എങ്ങനെയെങ്കിലും സമനില പിടിക്കണം എന്നതായിരുന്നു ഇംഗ്ലണ്ടിൻ്റെ പരിശ്രമം, ശ്രദ്ധയെങ്കിൽ പോലും അതിന് വഴങ്ങിക്കൊടുക്കാൻ ഇന്ത്യൻ സ്പിന്നർമാർ തയ്യാറായില്ല എന്ന് വേണം തന്നെ പറയാൻ. 186-ന് ഇന്ത്യൻ വനിതകൾ ഓൾ ഔട്ട് ആക്കി. ലെറ്റ്സ് ജസ്റ്റ് ഗോ ടു ദി സ്കോർ കാർഡ് എന്നിട്ട് നമുക്ക് കൃത്യമായി വിലയിരുത്താം, വിശദീകരിക്കാം. പ്രത്യേകിച്ച് നമുക്ക് പറയാനുള്ളത് ക്രാന്തി ഗൗഡിനെയും സ്നേഹ റാണയെയും കുറിച്ചാണ്. ഫസ്റ്റ് ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ടിൻ്റെ 5 വിക്കറ്റുകൾ വീഴ്ത്തിയ ക്രാന്തി ഗൗഡ് 17 ഓവറിൽ 7 മെയ്ഡൻ 37 റൺസ് വഴങ്ങി 5 വിക്കറ്റ് ഹോള് ക്രാന്തി ഗൗഡ് നേടിയെടുത്തുകൊണ്ടാണ് ഇംഗ്ലണ്ടിൻ്റെ നട്ടല് അവിടെയാണ് ഒടിഞ്ഞത് എന്ന് വേണം തന്നെ പറയാൻ. ബാക്കി എല്ലായിടത്തും ഭയങ്കര പെർഫോമൻസ് തന്നെയായിരുന്നു. സ്നേഹ റാണ ആദ്യ ഇന്നിംഗ്സിൽ 2 വിക്കറ്റ് നേടി. 2ാമത്തെ ഇന്നിംഗ്സിൽ സ്നേഹ റാണ 4 വിക്കറ്റ് വീഴ്ത്തി എന്നതും കൂടി എടുത്തു പറയണം. അതോടൊപ്പം തന്നെ സയാലി സദ്ഗരെ ആദ്യ ഇന്നിംഗ്സിലും 2 വിക്കറ്റാണ് വീഴ്ത്തിയത്. ഇനി ഇംഗ്ലണ്ട് ഇന്നിംഗ്സിലെ 2ാമത്തെ ഇതിലേക്ക് വരുമ്പോൾ സദ്ഗരെ 2ാമത്തെ ഇന്നിംഗ്സിലും 2 വിക്കറ്റ് നേടി. ക്രാന്തി ഗൗഡ് 2ാമത്തെ ഇന്നിംഗ്സിൽ 2 വിക്കറ്റ് നേടിയപ്പോൾ സ്നേഹ റാണ 4 വിക്കറ്റ് വീഴ്ത്തുന്ന സാഹചര്യമുണ്ടായി. ദീപ്തി ശർമ്മയും 2 വിക്കറ്റും കൂടി എടുത്തുകൊണ്ടാണ്. ഒരു പക്ഷേ ഇന്ത്യൻ സ്പിന്നേഴ്സിൻ്റെ ഒരു മാജിക്കാണ് നമ്മൾ ലോർഡ്സിൽ കണ്ടത് എന്ന് വേണം തന്നെ പറയാൻ. ഇംഗ്ലണ്ടിന് ഒരു തരത്തിലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത രീതിയിലാണ് ഇന്ത്യൻ വനിതകളുടെ പ്രകടനം ഉണ്ടായത്. ഫസ്റ്റ് ഇന്നിംഗ്സിൽ എടുത്തു നോക്കുമ്പോൾ സ്മൃതി മാന്ധാനയുടെ 83 റൺസ് ഉണ്ടായിരുന്നു. ആ 83 ഒരു മികച്ച സ്റ്റാർട്ട് കൊടുത്തു. ഹർമൻപ്രീത് കൗർ എന്ന ക്യാപ്റ്റൻ ആദ്യ ഇന്നിംഗ്സിൽ 58 റൺസ് നേടി. അതോടൊപ്പം തന്നെ ജെമിമ റോഡ്രിഗസും 35 നേടുകയും ചെയ്തു. ഇതായിരുന്നു ഇന്ത്യൻ ഫസ്റ്റ് ഇന്നിംഗ്സിൽ എടുത്തു പറയേണ്ട ഇന്നിംഗ്സുകൾ. സെക്കൻഡ് ഇന്നിംഗ്സിൽ പറയുമ്പോഴേക്കും എടുത്തു പറയേണ്ട ഇന്നിംഗ്സ് യസ്തിക ഭാട്ടിയുടെയാണ്. യസ്തിക ഭാട്ടിയ സെഞ്ചുറി നേടി സെക്കൻഡ് ഇന്നിംഗ്സിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് 113 റൺസ്. അതാണ് ഇംഗ്ലണ്ടിന് മത്സരം കൈവിട്ട് പോയി എന്ന് മനസ്സിലാക്കിയ മൊമെൻറ്റ് യസ്തിക ഭാട്ടിയുടെ മനോഹരമായ ഇന്നിംഗ്സ് 113 റൺസിൻ്റെ ഇന്നിംഗ്സിൽ നിന്നുകൊണ്ട് തന്നെയാണ്. സ്മൃതി മന്ദാന അവിടെയും പ്ലേയുടെ ഗുഡ് പാർട്ട് 70 റൺസ് സെക്കൻഡ് ഇന്നിംഗ്സിൽ നേടിയെടുത്തു. റിച്ച ഘോഷ് 50 റൺസും കൂടി നേടിയപ്പോഴേക്കും ഡിക്ലെയർ ചെയ്യുന്നൊരു സാഹചര്യത്തിലേക്ക് നീങ്ങി. അങ്ങനെയാണ് ഇംഗ്ലണ്ട് വനിതകൾക്ക് ഉറപ്പായിരുന്നു ഇത് പിടിച്ചു നിൽക്കാൻ കഴിയില്ല, സമനിലയിലേക്കെങ്കിലും പോകണം എന്ന് മനസ്സിലാക്കി അവർ കളിക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ ഒരു തരത്തിലും ഇന്ത്യൻ വനിതകൾ അതിനുള്ള വഴി ഒരുക്കിയില്ല എന്ന് വേണം തന്നെ പറയാൻ. എമി ജോൺസ് മാത്രമാണ് സെക്കൻഡ് ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ടിന് വേണ്ടിയിട്ട് ഒരു 54 റൺസ് നേടിക്കൊണ്ട് ഒരറ്റത്ത് നിന്ന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞതെന്ന് വേണം തന്നെ പറയാൻ. അതോടൊപ്പം തന്നെ എമി ജോൺസും സോഫി എക്കിൾസ്റ്റോണും കൂടി ചേർന്നാണ് രണ്ടുപേരും ചേർന്നൊരു 50 നേടിയതൊഴിച്ചാൽ ബാക്കി നിർണായകമായ മത്സരങ്ങൾ ഒന്നും മറ്റ് താരങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവാതെ ഒരു ചരിത്ര വിജയം ഇന്ത്യൻ വനിതകൾക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു. അതും ലോർഡ്സിൽ ആദ്യത്തെ വിമൻസ് ടെസ്റ്റിൽ. ഓർക്കുക, ഇംഗ്ലണ്ട് ഇന്ത്യ തമ്മിലുള്ള മത്സരം നമ്മൾ കഴിഞ്ഞ T20 സീരീസിൽ ഇപ്പോൾ ഇംഗ്ലണ്ട് മെൻസും തമ്മിലുള്ള T20 സീരീസ് വൈറ്റ് വാഷ് അടിച്ചുകൊണ്ടാണ് പോയത്. ഇംഗ്ലണ്ട് വൈറ്റ് വാഷ് ചെയ്തു ഇന്ത്യയെ. വല്ലാത്തൊരു നാണക്കേടിലേക്ക് ഇന്ത്യൻ മെൻസ് ടീം പോകുന്നൊരു ഘട്ടത്തിലാണ് ലോർഡ്സിൽ ചെന്ന് ഒരു സ്വീറ്റ് റിവെഞ്ച് ഇന്ത്യൻ വനിതകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.